ഇനി നമ്മൾ തിരുവനന്തപുരത്തെ മാനവീയ വീഥിയിലേക്കാണ് പോകുന്നത്. മാനവീയ വീഥി അറിയാലോ പ്രേക്ഷകർക്ക്, തിരുവനന്തപുരം നഗരത്തിലെ ആദ്യത്തെ ഒരു നൈറ്റ് ലൈഫ് ഇടം എന്ന നിലയ്ക്ക് വളരെ ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ്. പക്ഷേ പല കാര്യങ്ങളും അവിടെ ഉണ്ടായത് അത്ര സുഖകരമല്ലായിരുന്നു എന്ന് വേറെ കാര്യം. എന്നാൽ ഇപ്പോഴും അവിടെ നിന്ന് ഒരു സ്നേഹത്തിൻ്റെ കൗതുകരമായ കാഴ്ചയാണ്. അവിടെ സ്ഥിരം കാണാറുള്ള ഒരാളെ തിരയുകയാണ് മാനവീയ വീഥിയിൽ സ്ഥിരം എത്തുന്നവർ. സോഷ്യൽ മീഡിയയിലും ഒക്കെ ആ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ അടുത്ത കാലത്തെ ഇവിടെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഒരു നായയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. എന്താണ് ആ സംഭവം? അത് ഇരിക്കാം. ഓക്കെ, നമ്മളെ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നായ മാത്രമല്ല. ഞങ്ങളുടെ അവിടെ പേര് റാണി എന്നാണ്, മാനവീയം റാണി എന്നാണ് ഞങ്ങളവിടെ. ഒരു 12 വർഷക്കാലം മുമ്പ് ഇവിടെ തന്നെ പ്രസവിച്ച് വീണ ഒരു നായക്കുട്ടിയാണ്. ഈ പ്രദേശത്തിൻ്റെ എല്ലാ പൾസും കഴിഞ്ഞ 12 വർഷമായി അനുഭവിച്ച് ഈ പ്രദേശം റാണിയാണ്. റാണി കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ ഞങ്ങൾക്ക് എന്ത്. ആര് കൊണ്ടുപോയതായിരിക്കാം? എന്താണ് അതിൻ്റെ പിന്നിലുള്ള? ഇത് റാണിക്ക് പലതരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഈ തെരുവ് നായകൾ വലിയ ശല്യമാണെന്ന് പറയുന്ന ഒരു സമൂഹത്തിലെ ഒരു വിഭാഗമാണ്. തെരുവിലെ നായ്ക്കളാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നവർ. അത്തരം ആളുകൾക്ക് ഈ നായ ഒരു അവരുടെ വർഗത്തിൽപ്പെട്ട ഒരു ജീവി ആയതുകൊണ്ട് തന്നെ, എന്തുമായതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രശ്നമുണ്ട്. പോലീസിലും ബന്ധപ്പെട്ട ആളുകളിലെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷെൽട്ടർ ഹോമുകളിലെല്ലാം ഇനി കോർപ്പറേഷൻ പിടിച്ചുകൊണ്ട് പോയതാണെന്ന് കരുതി ഞങ്ങൾ പോയി തിരക്കിയിട്ടുണ്ട്. ഈ സമീപ പ്രദേശത്തെ മുഴുവൻ ആളുകളോടും ഈ വിവരം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടാ, ഈ അടുത്ത കാലത്തായിട്ടേ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു തെരുവ് നായയാണ് റാണി അല്ലേ? നമ്മൾ ഇനി ഒരു പ്രാവശ്യം കണ്ട് നമ്മൾ ഇവിടെ വന്ന് സഹകരിച്ച് റാണി എന്ന് വിളിച്ച പിന്നെ രണ്ടാമത് ഇനി എത്ര ദിവസം കഴിഞ്ഞ് റാണി എന്ന് വിളിച്ചിരുന്നാലും ഓടി അടുത്ത് വന്ന് നമ്മൾ അടുത്ത് ഇരിക്കും. ഒരു നായ പോയി കഴിഞ്ഞാൽ വേറൊരു നായ, അതാണ് തെരുവിൻ്റെ ഒരു നിയമം. പക്ഷേ ഇവിടെ മാത്രമാണ് റാണിക്ക് പകരം മറ്റൊരു റാണിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പരാതി വരെ കൊടുത്തു. പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാനവീയത്തിൻ്റെ ഒരു രക്ഷാധികാരിയാണ് അവൾ. ഇപ്പം ഞാനാണെങ്കിൽ പോലും സമയം തെറ്റി വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാലും അവൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെടുത്ത് തിരിച്ച് കാണിക്കുക. അപ്പം ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും നായ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അത് കണ്ടെത്തി തരേണ്ടത് ഭരണകൂടത്തിൻ്റെയും ഈ നാട്ടിലെ പൊതുജനത്തിൻ്റെയും ഉത്തരവാദിത്വമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും മാനവീയത്തെ റാണിയെ കാണാതായിട്ട് കുറച്ചേറെ ദിവസമായിട്ടുണ്ട്. പോലീസിലടക്കം പരാതിയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല. റാണിക്കായി കാത്തിരിക്കുകയാണ് മാനവീയം വീഥി. ക്യാമറമാൻ നല്ലൈ മുരുകനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുലെ നമുക്കൊപ്പമുണ്ട്. ഗോകുലെ, ഇതുപോലെ ഈ റാണിയെപ്പോലെ ഒരു നായയൊക്കെ ഈ മാനവീയ വീഥിയിൽ അത്യാവശ്യമാണെന്ന് തോന്നണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും കത്തിക്കുത്തൊക്കെയാണ് അവിടെ ഉണ്ടായത്. നാട്ടുകാരും സമാധാനത്തോടെ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ എന്ന് കരുതി ചെല്ലുമ്പോഴാണ് ഈ അടിയും ബഹളവും ഒക്കെ. ഇതുപോലെ കൊള്ളാവുന്ന ഒരു നായ ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും അതിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു മനുഷ്യന്മാരെ നിലയ്ക്കരുത്. ഇത് എന്താണിപ്പോൾ കണ്ടെത്താനുള്ള എന്തെങ്കിലും വഴികൾ പോലീസോ മറ്റോ നോക്കുന്നുണ്ടോ? പോലീസിൻ്റെ ഈ തിരക്കുള്ള സമയത്ത് ഡിവിഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മാനവീയത്ത് ഡിവിഷൻ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നഗരത്തിൽ വന്ന് സന്ദർശിച്ചിട്ടുള്ള ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, മാനവീയം വീതിയിൽ എത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ റാണിയെ ആയിരിക്കാം. ഒരു പക്ഷേ എല്ലാവരും കണ്ടു കാണണമെന്നില്ല, പലപ്പോഴും നായയാണ്, അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരിക്കാം. എന്നിരുന്നാൽ കൂടെ ഇതിനെ എന്താ പറയുക, നോക്കാനും ഒക്കെ ആളുകളുണ്ട് ആ തെരുവിൽ. അതിന് ഭക്ഷണം കൊടുക്കാൻ, വെള്ളം കൊടുക്കാനൊക്കെ ആളുകളുണ്ട്. അവർ കൊടുത്ത് പരിപാലിച്ച് 10-12 വർഷമായിട്ട് നോക്കി പോരുന്ന ഒരു നായയാണ് ഈ റാണി എന്ന് പറയുന്നത്. അപ്പോൾ റാണിക്ക് ഒരുപാട് ഫാൻസും ഉണ്ടെന്നുള്ളതാണ്. സെലിബ്രിറ്റീസ് അടക്കമുള്ളവർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ തന്നെ റാണിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിച്ച് പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ബിഗ് ബോസ് താരങ്ങളടക്കം ഒരുപാട് പേർ, ധാരാളം പേർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളെ കൂട്ടി ഒരു ഫാൻ ബേസ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരു മീം പേജുകളൊക്കെ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു നായ കൂടിയാണ് ഇത്തരത്തിൽ റാണി എന്ന് പറയാം. അപ്പം ഈ റാണിയുടെ എന്താ പറയുക ഒരു പോക്ക് ഒരു 3-4 ദിവസമായിട്ടുള്ള ആ റോഡിൻ്റെ പണിയും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഈ മാനവീയം വീഥി നവീകരിച്ചതിന് ശേഷം വലിയ പ്രശ്നങ്ങളാണ് ഡിവിഷ പറഞ്ഞതുപോലെ നടക്കുന്നത്. അത് ഒരു മൃഗത്തിന് പോലും പുറത്തോട്ട് നടക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്നില്ല, ഈ കഴിഞ്ഞ ദിവസം കൂടെ അവിടെ ഒരു കത്തിക്കുത്ത് അപകടം നടന്നു, അല്ലെങ്കിൽ കൊലപാതക ശ്രമം നടന്നിട്ടുണ്ട്. അപ്പം അത് അത്തരത്തിലൊരു കാരണമാകാം നായയെ കൊണ്ടുപോകുക എന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്തൊക്കെയാണ് നമ്മൾ ആ ചോദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത്. അവരായിരിക്കുമോ എന്ന്, സാമൂഹ്യ വിരുദ്ധരായിരിക്കുമോ എന്ന്. അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഈ നായയ്ക്ക് ഈ ലഹരി ഉപയോഗിച്ച് വരുന്നവരെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി അറിയാം. ഒപ്പം തന്നെ മുഷിഞ്ഞ വസ്ത്രമിട്ട് വരുന്നവരോട് നായയ്ക്ക് ഒരു തരത്തിൽ പറഞ്ഞ ഒരു
അകൽച്ചയുണ്ട്. അപ്പം മനുഷ്യനെക്കാട്ടിൽ കൂടുതൽ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് മൃഗങ്ങൾക്ക് അറിയാവുന്നത് പറയുന്ന പോലെ അക്രമ പരവശതയുള്ള മനുഷ്യന്മാരെ കൃത്യമായിട്ട് ആ നായ തിരിച്ചറിഞ്ഞുണ്ട്. അവരുമായിട്ട് കൂടുതൽ ഇടപഴകാതെ നായ കൃത്യമായിട്ട് അകലം പാലിച്ച് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് അതിനെ കാണാതെയാകുന്നത്. അപ്പോൾ അതിനകത്ത് ഈ മാനവീയം വീതിയിൽ കൃത്യമായി വന്നിരിക്കുകയും പുസ്തക ചർച്ചകളിൽ ഏർപ്പെടുകയും സിനിമാ ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അവരടക്കമുള്ള അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരിലേക്കൊക്കെ അല്ലേ ആലോചിക്കേണ്ടി വരും ഈ നായയുടെ കാണാതാവലിന് പിന്നിൽ